നമസ്കാരം, ഞാൻ ശ്രീജിത്ത് എസ്. ഇന്നത്തെ വീഡിയോയിൽ ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ തന്നെ ചിലരെന്നോട് പരാതി പറയുന്നുണ്ട്, അവർക്ക് അഷ്ടമ വ്യാഴമാണ്. ചിലർ പറയുന്നുണ്ട് എനിക്ക് ജന്മശനിയാണ്. മീനക്കൂറുകാരൊക്കെ പറയുന്നുണ്ട് അവർക്ക് ജന്മശനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന മിഥുന രാശിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നുണ്ട് അവർക്ക് കഷ്ടപ്പാടുകളുണ്ട്, അവർക്ക് കണ്ടകശനിയുണ്ട്, 10 ശനി നിൽക്കുകയാണ്. വൃശ്ചിക രാശിക്കാർക്ക് അഷ്ടമ വ്യാഴമാണ്. കന്നി രാശിക്കാർക്ക് ജന്മത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പലവിധത്തിലുള്ള ദൂഷ്യങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കൂടെ തന്നെ പാലിക്കേണ്ട ചില ചിട്ടകൾ, പൊതുവായ ചില ചിട്ടകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കടുത്ത സമയദോഷമുള്ള ആൾക്കാർ മിനിമം ഒരു സസ്യാഹാര രീതി അനുവർത്തിക്കുക, മാംസാഹാരം കഴിക്കാതിരിക്കുക. അത് ഞാൻ പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് ഈ മാംസം എന്ന് പറയുന്നത് ഹിംസയുടെ ഒരു ഉൽപ്പന്നമാണ്. ഒരു ജീവി വളരെയേറെ പീഡനം അനുഭവിച്ചുകൊണ്ടാണ് മരിച്ചാണ് നമുക്ക് ആ മാംസം കിട്ടുന്നത്. ആ മാംസം നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ അത് ഇടയാക്കും. ഗ്രഹപ്പിഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ ഗ്രഹപ്പിഴയുള്ള സമയങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആരെയും പരിഹസിക്കാതിരിക്കുക, മാനസികമായിട്ട് ആർക്കും വിഷമതകൾ ഉണ്ടാക്കാതിരിക്കുക, ആരെയും ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക, മനസ്സിലെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ തെറ്റായ രീതിയിൽ മറ്റൊരാളുടെ ശാപം കൂടെ പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഗ്രഹപ്പിഴയ്ക്ക് നമ്മൾ കൂടുതൽ ഉപദ്രവിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് കുത്തഴിഞ്ഞ ജീവിത രീതി ഒഴിവാക്കുക എന്നുള്ളത്. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബന്ധങ്ങൾ, അതായത് ഇല്ലീഗലായിട്ടുള്ള കോൺടാക്റ്റുകളൊക്കെ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ പൈസ വെച്ചുള്ള ചൂതാട്ടം പോലെയുള്ള ബിസിനസ്സുകളൊക്കെ ഉപേക്ഷിക്കുക. ദൂരയാത്രകൾ, സാഹസ്യ പ്രവൃത്തികൾ, അസമയത്തുള്ള സഞ്ചാരങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഗ്രഹപ്പിഴ അനുഭവിക്കുന്നവർ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഹിംസാബദ്ധവും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസപരവുമായ ഒരു ജീവിത രീതി ഗ്രഹപ്പിഴയുള്ളവർ അനുവർത്തിച്ച് പോകണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വളരെയേറെ ആശ്വാസം ഗ്രഹപ്പിഴയുള്ള സമയങ്ങളിൽ കിട്ടുന്നതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമസ്കാരം.